പ്രൈസ് ദി ലോർഡ്. കടന്നു എല്ലാ ദൈവമക്കളെയും മിറക്കുലസ് ഹാൻഡ്സ് ഓഫ് മിനിസ്ട്രിയുടെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവും വന്ദനവും അറിയിക്കുന്നു. ഇറ്റ്സ് എ ക്രിസ്മസ് ടൈം ഓൾ ഓവർ ദ വേൾഡ്. ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും പലവിധമായ ആഘോഷങ്ങൾ, പ്രകടനങ്ങൾ, സെലിബ്രേഷൻ്റെ സമയമാണ്. നമുക്ക് ദൈവത്തെ പാടി സ്തുതിച്ച് മഹത്വപ്പെടുത്താം. ഫാനി മോൾ ഈസ് ഓൺ ദ ലൈൻ. ഫാനി അൺമ്യൂട്ട് ചെയ്തിട്ട് ഗാനശുശ്രൂഷയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഹല്ലേലൂയ. കർത്താവിന്റെ ധന്യമേറിയ നാമം ഈ സന്ധ്യയിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. മിറക്കിൾ ഹാൻഡ് ഓഫ് ജീസസ് മിനിസ്ട്രി എന്ന ഈ ശുശ്രൂഷയിൽ ഒരു പ്രാവശ്യം കൂടി കർത്താവിനെ ആരാധിപ്പാൻ ദൈവം ഒരുക്കി തന്ന ഈ വിലപ്പെട്ട അവസരത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. വളരെ അനുഗ്രഹിക്കപ്പെട്ട ഈ നല്ല രാത്രി വേളയ്ക്കായി ദൈവത്തെ സ്തുതിക്കുകയാണ്, സ്തോത്രം ചെയ്യുകയാണ്. ഈ സമയം നമുക്ക് ഒരുമിച്ച് കർത്താവിനെ നന്ദിയുടെ ഹൃദയത്തോടെ ദൈവത്തെ പാടി ആരാധിക്കാം. ഹല്ലേലൂയ. കർത്താവ് ആമേൻ നമ്മുടെ കൂടെയുള്ളതുകൊണ്ട് നമ്മൾ ആരാധിക്കുന്നത്. ഹല്ലേലൂയ. ഇന്ന് ലോകമെമ്പാടുമുള്ള എല്ലാ ക്രൈസ്തവരും ക്രിസ്മസ് ആഘോഷിക്കുന്ന ദിവസങ്ങളാണ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ തിരുപ്പിറവിയുടെ ദിനങ്ങളാണ്. അപ്പോൾ ഈ സമയം നമ്മൾ ഒന്നിച്ച് കർത്താവിനെ സന്തോഷത്തോടുകൂടെ പാടി ആരാധിക്കുമ്പോൾ കർത്താവ് നമ്മുടെ ആരാധനയിൽ ഹാലിൽ സന്തോഷിക്കും. ദൈവത്തിന്റെ പ്രസാദം നമ്മളിൽ ഇറങ്ങി വരും. നമ്മൾ പാട്ടിലൂടെ അല്ലെങ്കിൽ ഓരോ വരികളും നമ്മൾ പറയും. ഹല്ലേലൂയ, ശ്രദ്ധിക്കണം. അതിന്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട വരികളാണ്: ദൂതൻ സ്തുതിക്കും നാഗവല്ലഭൻ പിറന്നു ഗോശാലയിൽ, ബംഗമഴിച്ചു അങ്കനെയും ബംഗവാക്കി. നമ്മുടെ ഹല്ലേലൂയ പാപത്തെയൊക്കെ നീക്കിയ ദൈവം, നമ്മുടെ പാപത്തെ അകറ്റി ശാപത്തെ നീക്കി നമ്മളെ മാർബിൽ അണച്ച കർത്താവിനെ നമ്മൾ ഒന്നിച്ച് കർത്താവിന്റെ അഭിഷേകത്തിൽ ആത്മാവിന്റെ ശക്തിയിൽ പാടി ദൈവത്തെ ആരാധിക്കാൻ പോവുകയാണ്. കർത്താവ് നമ്മളെ ഈ ഗാനങ്ങളിലൂടെ ശക്തീകരിക്കുമാറാകട്ടെ. നൽകിയ സന്തോഷത്താൽ നിങ്ങൾ എല്ലാവരെയും നിറയ്ക്കുമാറാകട്ടെ. കർത്താവിന് സ്തോത്രം. നടന്നു
നായക വാഴ്ത്തിടുവേ വാഴ്ത്തിടുവേ ഇമ്മാനുവേലേ എൻ ജീവകാലേ ഈശോനികരേ ഇമ്മാനുവേലേ എൻ ജീവകാലേ ഈശോനികരേ വാനമുഖിലി നൂതനമായി നാഥൻ വരുമളവിൽ വാനമുഖിലി നൂതനമായി നാഥൻ വരുമളവിൽ ലോകനിലയ്ക്കും ലോകഭവിക്കും ഞാനെന്നാക്കിടുമേ ലോകനിലയ്ക്കും ലോകഭവിക്കും ഞാനെന്നാക്കിടുമേ നോക്കി കണ്ണൽ മങ്ങുന്നേ എപ്പോൾ വന്നിടും എൻ പ്രാണപ്രിയ നോക്കി നോക്കി കണ്ണൽ മങ്ങുന്നേ എപ്പോൾ വന്നിടും എൻ പ്രാണപ്രിയ വാഴ്ത്തിടുമേ വാഴ്ത്തിടുമേ ഇമ്മാനുവേലേ എൻ ജീവകാലം ഈശോനികരേ ഇമ്മാനുവേലേ എൻ ജീവകാലം ഈശോനികരേ ഹല്ലേലൂയ രക്ഷാനദല ശാബരകലഗല ജരാഗിയ രക്ഷകലരകലരവലമുഷ്യ ഹല്ലേലൂയ കർത്താവേ അങ്ങേക്ക് നന്ദി ഹല്ലേലൂയ നമ്മൾ ഒരു പാട്ട് കൂടി പാടി കർത്താവിനെ കൈകൾ അടിച്ച് ആരാധിക്കാൻ പോവുകയാണ്. യേശുക്രിസ്തു ഉയർത്ത് ജീവിക്കുന്നു, പരലോകത്തിൽ ജീവിക്കുന്നു. ഇഹലോകത്തിൽ താൻ ഇനി വേഗം വരും രാജരാജനായി വാണിടുവാൻ. നമ്മുടെ ജീവിതത്തിൽ ദൈവം നൽകുന്ന ആ വലിയ പ്രത്യാശയെ ഓർത്ത് നമുക്ക് ഒരുമിച്ച് കർത്താവിനെ ആത്മനിറവിൽ പാടി സ്തുതിക്കാം. നമ്മൾ ആരാധിക്കുന്നത് നമ്മുടെ കർത്താവ് ജീവിക്കുന്നത് കൊണ്ടാണ്. ആമേൻ. ഇന്ന് ഈ രാത്രി ഈ ആരാധനയിൽ കർത്താവിന്റെ ഭയങ്കര മഹത്വം, ദൈവിക കടാക്ഷം ഇറങ്ങി വരട്ടെ. ദൈവ സാന്നിധ്യം ഇരിക്കുന്ന ഇടങ്ങളിൽ ഇറങ്ങി നിൽക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് പാടാം. കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ഹല്ലേലൂയ.
ഹല്ലേലൂയ. യേശു കർത്താവ് ജീവിക്കുന്നു. രക്കലകാല ജാലകാലയ സന്തരകിലാരിയ രക്കലകാലക വന്ദേ തേരെ തേരെ ശാലാല ദേവേ തേരെ തേരെ വെക്കലെ തേരെ 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 ശൈതാന ബാബാ രക്കലാല ദേരെ വെക്കലെ തേരെ തേരെ ജ്ഞാന ഹത്തരെ ആശാമന ഹത്തരിയ ഗലഗല യേശുവേ നന്ദി. ഓ നന്ദി കർത്താവേ. ഹല്ലേലൂയ. അങ്ങ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. എല്ലാ ദൈവഭൃത്യന്മാർക്കും എല്ലാ ദൈവമക്കൾക്കും വന്ദനത്തെ അറിയിക്കുന്നു. ഇന്ന് പൽക്കാലം നമ്മളോടുകൂടെ ആയിരിക്കുന്നത് ആതുര സേവന രംഗത്ത് വളരെ പ്രഗത്ഭമായ ഒത്തിരി നേട്ടങ്ങൾ കൈവരിച്ചിട്ടുള്ള തിരുവല്ല മെഡിക്കൽ മിഷൻ ഹോസ്പിറ്റലിലെ ഫീറ്റൽ ആൻഡ് പീഡിയാട്രിക് കാർഡിയോളജിസ്റ്റായിട്ട് സേവനമനുഷ്ഠിക്കുന്ന ഡോക്ടർ സജി ഫിലിപ്പ് അവറുകളാണ് നമ്മളോടുകൂടി വളരെ തിരക്കുകളുടെ ഇടയിലും നമ്മുടെ കൂടെ സമയം ചെലവഴിക്കുവാൻ കടന്നു വന്നതിൽ ഞങ്ങൾ ഒത്തിരി നന്ദിയുള്ളവരായിരിക്കുന്നു. അദ്ദേഹം ഒരു സയൻറ്റിസ്റ്റാണ്. ഒരു വളരെ ഒത്തിരി ഗവേഷണങ്ങൾ നടത്തിയിട്ടുള്ളതും അതിന് ഒത്തിരി അവാർഡുകൾ കിട്ടിയിട്ടുമുള്ളതായ ഒരു മാന്യദേഹമാണ്. അദ്ദേഹം കവാസാക്കി ഡിസീസ്, അതായത് കുഞ്ഞുങ്ങളുടെ ഹൃദയത്തിൻ്റെ ആർട്ടറീസിലുണ്ടാകുന്ന ഒരു അസുഖത്തിൻ്റെ ഇന്ത്യ ഫൗണ്ടേഷന്റെ നാഷണൽ പ്രസിഡന്റ് കൂടിയാണ്. അതുകൂടാതെ കവാസാക്കി ഡിസീസിൻ്റെ ചികിത്സാ വിധികളുടെ കണ്ടുപിടുത്തത്തിനായി സ്വൈൻ മോഡൽ ആദ്യമായി ഇൻവെന്റ് ചെയ്തത് അദ്ദേഹമാണ്. വളരെ സങ്കീർണമായ ഓപ്പറേഷനുകൾ, അതായത് ഗർഭസ്ഥ ശിശുവിൻ്റെ അമ്മയുടെ ഉദരത്തിൽ ഇരിക്കുമ്പോൾ തന്നെ ആ ശിശുവിൻ്റെ ഹാർട്ടിൻ്റെ ഓപ്പറേഷൻ നടത്തുവാൻ ഇന്ത്യയിൽ വളരെ ചുരുക്കം ചില ഡോക്ടർമാരും മാത്രമേ ഉള്ളൂ. അതിൽ ഒരാളായിട്ട് ഡോക്ടർ സജി ഫിലിപ്പിനെ കർത്താവ് ഉയർത്തിയിരിക്കുന്നു. നമുക്കറിയാം ഹൃദയത്തെക്കുറിച്ച്, മനുഷ്യൻ്റെ അത്ഭുത സൃഷ്ടിയെക്കുറിച്ച് നമ്മളെക്കാൾ കൂടുതൽ പറയുവാൻ ഇന്ന് അദ്ദേഹത്തിന് ആധികാരികമായി പറയുവാൻ കഴിയും. വളരെ സന്തോഷത്തോടു കൂടി ഞങ്ങളുടെ മീറ്റിങ്ങിലേക്ക് ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. അദ്ദേഹം ദീർഘവർഷങ്ങൾ KM ചെറിയാൻ ഹാർട്ട് ഫൗണ്ടേഷനിൽ കുഞ്ഞുങ്ങളുടെ വിഭാഗത്തിൽ ചീഫായിട്ട് സേവനമനുഷ്ഠിക്കുവാനിടയായി. അങ്ങനെ ഒത്തിരി പദവികൾ അലങ്കരിച്ചിട്ടുള്ള അദ്ദേഹം ഈ സെക്യുലർ ഫീൽഡിൽ കൂടാതെ ദൈവരാജ്യത്തിനു വേണ്ടി വളരെ ശക്തമായി പ്രയോജനപ്പെടുന്ന വ്യക്തിയാണ്. അതിനും അതിൻ്റെ ഇടയിൽ സമയം കണ്ടെത്തുന്നുണ്ട്. അതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ കൂടെ ഇന്ന് പകൽക്കാലം ആയിരിക്കുന്നതിൽ ഞങ്ങളെല്ലാവരും വളരെ സന്തോഷത്തോടു കൂടി അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കുവാനായിട്ട് ആകാംക്ഷയോടെ ഇരിക്കുന്നു. എല്ലാവരും പ്രാർത്ഥനയോടുകൂടി ആയിരിക്കണമെന്ന് അപേക്ഷിക്കുന്നു. അതിനായി ഡോക്ടർ സജി ഫിലിപ്പിനെ വളരെ സ്നേഹത്തോടു കൂടി ഈ മീറ്റിംഗിലേക്ക് സ്വാഗതം ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. Doctor, unmute here, Doctor. Oh, praise the Lord. Yeah, thank you. Before my message, നമ്മുടെ കൂടെ ഒരു യുവ ഹൃദയം സിസ്റ്റർ ജെമി ജോയ് is with us. She was a worship leader in Hyderabad, one English church, Faith Unlimited. സിസ്റ്റർ ജെമി ജോയ് ഒരു പാട്ടിൻ്റെ ഒരു ചരണം ഇപ്പോൾ പാടുന്നതായിരിക്കും. Jimmy. Praise the Lord. Praise the Lord. എല്ലാവർക്കും അറിയാവുന്ന it's a song called Waymaker. I'll just be singing one of the verses as well. Please join me and worshiping the Lord. Amen. Stotram, stotram, stotram. Waymaker, miracle worker, promise keeper, light in the darkness, my God, that is who you are. You are here, moving in our midst. I worship you. I worship you. You are here, working in the I worship you.
you are waymaker, miracle worker, promise keeper, light in the darkness. My God, that is who you are. 'Cause you are waymaker, miracle worker, promise keeper, light in the darkness. My God, that is who you are. And 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 that is who you are. 'Cause you are waymaker, miracle worker, promise keeper, light in the darkness. My God, that is who you are. That is who you are. Amen. Thank you. Thank you, Jimmy Joy. She's my youngest daughter. She's an architect. She's a ceramic specialist also. My eldest daughter and my son-in-law both are working as an assistant professor in Kolancheri Medical College. My son-in-law is a pediatric ortho, like a pediatric cardiologist. Now everything is specializing in the pediatric age group also. And the wife, Dr. Beulah, working in a government hospital. She is a daughter of Pastor Abraham Samuel in Andhra Pradesh. PM Shamalapachan നിങ്ങൾ കേട്ട് കാണും. PM Shamalapachൻ്റെ കൊച്ചുമോളാകുന്നു. എൻ്റെ വൈഫിൻ്റെ ബ്രദറാണ് പാസ്റ്റർ നോയൽ സാമുവൽ, ആന്ധ്രയുടെ IPC പ്രസിഡന്റ് ആയിരുന്നു. ദൈവത്തിന് മഹത്വം. എൻ്റെ ഭവനത്തിൽ നിന്ന് ഞാൻ ഒറ്റയ്ക്കാണ് ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. I am the only person came out from the Orthodox traditional family. ഇപ്പോഴും എൻ്റെ കുടുംബത്തിലുള്ളവരൊക്കെ CSI ഓർത്തഡോക്സ് ബാക്ക്ഗ്രൗണ്ടിൽ തന്നെ ആയിരിക്കുന്നു. നിങ്ങളോടൊപ്പം ഇന്ന് പ്രഭാതത്തിലും സായാഹ്ന വേളയിലും ആയി ഇരിപ്പാൻ ദൈവം കൃപ ചെയ്തതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഇത്രത്തോളം ദൈവം നമ്മളെ വഴി നടത്തുന്നതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദൈവത്തെ പാടി സ്തുതിക്കുമ്പോൾ നമ്മൾ അറിയാതെ നമ്മുടെ ഹൃദയത്തിലെ വിഷയങ്ങൾ പരിശുദ്ധാത്മാവ് ആരാഞ്ഞറിഞ്ഞ് സ്വർഗത്തിലെ ദൈവത്തിൻ്റെ അടുക്കൽ കൊണ്ടു കൊടുക്കും. പലപ്പോഴും നമ്മൾ ശക്തമായി കൈകൾ അടിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, പള്ളിയിൽ പാട്ടുപാടി പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ എൻ്റെ വിഷയങ്ങൾ പറയുന്നില്ലല്ലോ എന്ന് ഒരുപക്ഷെ നിങ്ങൾ കരുതും. പക്ഷേ നിങ്ങൾ അറിയാതെ നിമിഷ നേരം കൊണ്ട് നിങ്ങളുടെ മനസ്സിൻ്റെ ഉള്ളിലിരിക്കുന്ന വിഷയങ്ങളെ ദൈവം പരിശുദ്ധാത്മാവ് തൊട്ടറിഞ്ഞ് അത് സ്വർഗത്തിൽ ദൈവം കൊണ്ടു കൊടുക്കുന്നതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദ ബുക്ക് ഓഫ് സാംസ് 23:50 വേഴ്സ് 23 പറയുന്നുണ്ട്, സ്തോത്രമെന്ന യാഗം അർപ്പിക്കുന്നവൻ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ദൈവത്തെ മഹത്വപ്പെടുത്തുന്നത് എത്ര വലുത്! ഇംഗ്ലണ്ടിലെ ഒരു സെൻറ്റ് പോൾസ് കത്തീഡ്രലുണ്ട്. അത് ഞാൻ പോയി കണ്ടിട്ടില്ല. ഐ റെഡ് ഇറ്റ് ഫ്രം ദ ബുക്ക്. അതിൻ്റെ ടോപ്പിൽ സ്റ്റെപ്പ് കയറി ചെന്ന് കഴിഞ്ഞാൽ വലിയൊരു ഡൂമാണ്. ആ ഡൂമിനകത്ത് ഇസ് എ വിസ്പറിങ് ഗാലോ എന്നാണ് പറയുന്നത്. അതായത് നമ്മളൊന്ന് വിസ്പർ ചെയ്താൽ മതി. സാധാരണ ഒരാളുടെ ചെവിയിൽ ഒന്ന് സംസാരിക്കണമെങ്കിൽ ഒരു അടി അകലെ നിന്ന് വേണം നമ്മൾ സംസാരിക്കാൻ. അത് കഴിഞ്ഞാൽ പിന്നെ കേൾക്കത്തില്ല. ഈ വിസ്പറിങ് ഗാലോയിൽ നിങ്ങളൊന്ന് അടക്കം പറഞ്ഞാൽ ഏകദേശം 100 feet പീപ്പിൾ ക്യാൻ ഹിയർ യുവർ വിസ്പറിങ് വോയിസ്. കാരണം അതിൻ്റെ ഫിസിക്സ്, അതിൻ്റെ കൺസ്ട്രക്ഷൻ, ആ ഡൂം, ആ സൗണ്ട് റെസൊണൻസ് അതുപോലെയാണ് അവർ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത്. ഏകദേശം 100 അടിയെങ്കിലും നിങ്ങളുടെ ശബ്ദം അവിടെ കേൾക്കുവാൻ കഴിയും. പീപ്പിൾ ക്യാൻ ഹിയർ, ദ സയൻറ്റിസ്റ്റ് ക്യാൻ മേക്ക്, ദ ഫിസിക്സ് ക്യാൻ മേക്ക് only maybe up to 100 feet away. പക്ഷെ ദൈവത്തിൻ്റെ കണ്ണിൽ, ദൈവത്തിൻ്റെ ചെവിയിൽ നിങ്ങൾ ചുണ്ടുകൾ അനക്കിയാൽ ആയിരക്കണക്കിന് മൈലുകൾക്കപ്പുറം സ്വർഗത്തിലിരിക്കുന്ന യേശു തമ്പുരാൻ നിങ്ങളുടെ ഇമ്പമേറിയ ആ പ്രാർത്ഥനയുടെ ശബ്ദം ദൈവം തിരിച്ചറിയുന്നതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഹന്ന കൂടുതലൊന്നും വലിയ ശക്തമായൊന്നും പ്രാർത്ഥിച്ചില്ല.
ചുണ്ടുകൾ എപ്പോഴും അനങ്ങിക്കൊണ്ടിരുന്നു എന്ന 1 ശമൂവേലിന്റെ പുസ്തകം 1-ാം അധ്യായം 6-ാം വാക്യമൊക്കെ നിങ്ങൾ പഠിക്കുമ്പോൾ, 13-ാം വാക്യം പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും. ചുണ്ടുകൾ അനക്കിക്കൊണ്ടിരുന്നു. വൈൻ അടിച്ചിട്ടിരിക്കുകയായിരുന്നു എന്ന് ചോദിച്ചു. ഇപ്പൊ ക്രിസ്മസ് ആണല്ലോ, വൈൻ അടിച്ചിട്ടിരിക്കുകയാണല്ലോ എന്ന് പറഞ്ഞു. അല്ല, എൻ്റെ ഹൃദയം ദൈവത്തിലേക്ക് പകർന്നുകൊണ്ടിരിക്കുകയായിരുന്നു എന്നാ പറഞ്ഞത്. ശബ്ദം ചുണ്ടുകളിൽ കൂടെയാണെങ്കിലും ഇമ്പമേറിയ നിങ്ങളുടെ പ്രാർത്ഥനയുടെ യാഗം, സ്തോത്രമെന്ന യാഗം, അത് ദൈവത്തിന്റെ അടുക്കൽ എത്തിച്ച് നിങ്ങൾക്ക് വേണ്ടി ഉത്തരം നൽകുന്നതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. I want to encourage you people to share the gospel these days because he is coming very soon. Book of Gospel of Matthew, chapter 9, verse 35. It says that യേശു പട്ടണം തോറും ഗ്രാമം തോറും സഞ്ചരിച്ച് അവരുടെ പള്ളികളിൽ ഉപദേശിക്കുകയും രാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിക്കുകയും സകലവിധ രോഗങ്ങളും വ്യാധികളും സൗഖ്യമാക്കി എന്നാ പറയുന്നത്. മത്തായിയുടെ സുവിശേഷത്തില് യേശു തമ്പുരാൻ he was alone. ആരുമില്ല സഹായിക്കാൻ. ഒറ്റയ്ക്ക് യേശു തമ്പുരാൻ പട്ടണം തോറും ഗ്രാമം തോറും സുവിശേഷം അറിയിച്ചു എന്നാ പറയുന്നത്. അപ്പോസ്തല പ്രവൃത്തി 5:42 പറയുന്നുണ്ട്, he started in the church and door by door he never ceased proclaiming the gospel. നിർത്തിയില്ല എന്നല്ല പറയുന്നത്, ഒരിക്കലും നിർത്തിയില്ല ഷെയറിങ് ദ ഗാസ്പൽ. യേശു ക്രിസ്തുവാകുന്ന സുവിശേഷം. ആ ചാപ്റ്റർ പഠിക്കുമ്പോൾ യേശു ക്രിസ്തുവാണെന്നുള്ള സുവിശേഷം അറിയിക്കുന്നത് എത്ര മനോഹരം. ഞാൻ പറയും, നിങ്ങൾക്കൊക്കെ ഓരോ പ്രിഫിക്സ് ഉണ്ട്. മിസ്റ്റർ, മിസ്സസ്, ഡോക്ടർ, അഡ്വക്കേറ്റ്, ആർക്കിടെക്ട്. ഈ അഭിസംബോധന ചെയ്യുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ അല്പം ഒരു സന്തോഷം കയറി വരാറുണ്ടല്ലേ? അതുപോലെയാ യേശു തമ്പുരാനെ ഒന്ന് അഭിസംബോധന ചെയ്യുന്നത് യേശു ക്രിസ്തുവാണെന്നുള്ളതാണ്. അതുകൊണ്ട് എന്നെ പ്രായമുള്ള ഒരു അപ്പച്ചൻ്റെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ പറഞ്ഞു, മോനെ, യേശു മൂലം കൃപയോടെ കേൾക്കണമേ എന്നല്ല പറയേണ്ടത്, യേശു ക്രിസ്തു മൂലം കൃപയോടെ കേൾക്കണമേ എന്ന് എന്നെ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ആ ദൈവത്തെ അഭിസംബോധന ചെയ്യുവാൻ ക്രിസ്റ്റോസ് എന്നാണ് എൻ്റെ അർത്ഥം. The one who saves you from the sin, the one who anointed, the Messiah എന്നാ പറയുന്നത്. ഓൾഡ് ടെസ്റ്റമെന്റിലെ മിസായ, ആ മിസായ നിങ്ങൾക്ക് വേണ്ടി ക്രൂശിൽ മരിച്ച് നിങ്ങളുടെ പാപത്തിന് വേണ്ടി പരിഹാരം നൽകി യേശു തമ്പുരാന്റെ രക്തം നിങ്ങൾക്ക് വേണ്ടി ചൊരിഞ്ഞുവെങ്കിൽ he is Jesus Christ. പ്രാർത്ഥനയിൽ യേശു തമ്പുരാൻ അവൻ ക്രിസ്തുവാണെന്നുള്ള സുവിശേഷം വീടുതോറും ഗ്രാമം തോറും അവർ അറിയിച്ചു എന്നാ പറയുന്നത്. So whenever you get time, you should proclaim the gospel. Whenever you have an opportunity, കർത്താവായ യേശു ക്രിസ്തുവിനോട് ചോദിക്കുക, കർത്താവേ, ഇപ്പോൾ ഞാൻ സുവിശേഷം അറിയിക്കണോ? ദൈവം തക്ക സമയത്തിന് പറയുമെന്നേ. ഫിലിപ്പോസിനോട് പറഞ്ഞില്ലേ, യെരുശലേമിലേക്ക് വാങ്ങിപ്പോയപ്പോൾ യു ഗോ ടു ദ സൗത്ത്. ചാരിയറ്റിൽ ഒരാൾ പോകുന്നു പറയുന്നില്ല, മരുഭൂമിയാ, നീ പൊയ്ക്കൊള്ളാനേ പറഞ്ഞുള്ളൂ. സോ വെൻ യു ഒബേ, you will get more opportunity to share the gospel. Gospel അറിയിക്കുന്നത് ഒരിക്കലും നഷ്ടമല്ല. The book of Isaiah chapter 55 verse 12 വളരെ പറയുന്നുണ്ട്, എൻ്റെ വായിൽ നിന്ന് വരുന്ന വചനം അത് വെറുതെ എൻ്റെ അടുക്കിലേക്ക് മടങ്ങി വരത്തില്ല, അതതിൻ്റെ ഉദ്ദിഷ്ട കാര്യം സാധിച്ചേ മടങ്ങി വരും. ഒരു ഭവനത്തിൽ പോയി യേശുവിനെ കുറിച്ച് പറയുമ്പോൾ if they are not accepting, you feel very bad. നിന്റെ ഹൃദയം വളരെ വിഷാദത്തിലേക്ക് പോകാം. പക്ഷെ കാലിലെ മണ്ണ് തട്ടിക്കളയണ്ടെന്നാണ് ഞാൻ പറയുന്നത്. നിന്റെ 1 drop of tears അവിടെ വീണിട്ടുണ്ടെങ്കിൽ അത് മാസങ്ങൾ കഴിഞ്ഞാലും വർഷങ്ങൾ കഴിഞ്ഞാലും അത് പ്രവർത്തിക്കും. Because proclaiming the gospel business is not belongs to you, it belongs to the Holy Spirit. പരിശുദ്ധാത്മാവിന്റെ ബിസിനസ്സാ. നിങ്ങൾ സുവിശേഷം അറിയിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ഇടപെടും. ഹിസ് ബിസിനസ്. ഞാൻ ആരുടെയോ ഒരു ബിസിനസ്സാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഉത്തരവാദിത്ത ആ ബിസിനസ് ഓണറിനാണ്. അതുകൊണ്ട് പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കും.
അത് വെറുതെ എൻ്റെ അടുക്കിലേക്ക് മടങ്ങി വരത്തില്ല. അതതിൻ്റെ ഉദ്ദിഷ്ട കാര്യം സാധിച്ചേ മടങ്ങി വരും. I was an evangelism coordinator in Taipei, National University Hospital. എൻ്റെ പീഡിയാട്രിക് കാർഡിയോളജി ഫെലോഷിപ്പ് ഞാൻ ചെയ്യുമ്പോൾ പീഡിയാട്രിക് കാർഡിയോളജി ഫെലോഷിപ്പ് എനിക്ക് ലഭിച്ചത് തന്നെ വലിയൊരു സാക്ഷ്യമാണ്. അതിനുള്ള സമയം എനിക്കില്ല പറയുവാനായിട്ട്. എങ്കിലും 24 രാജ്യത്തിൽ നിന്ന് 24 ആപ്ലിക്കേഷനിൽ നിന്ന് ഒരു ആളിനെ തിരഞ്ഞെടുത്തപ്പോൾ ദൈവം എൻ്റെ പേര് തിരഞ്ഞെടുത്തു. അങ്ങനെയാണ് ഞാൻ ഈ കാവസാക്കി എന്ന് പറയുന്ന രോഗത്തിന് വേണ്ടി റിസർച്ച് ചെയ്യുന്നത്. കാവസാക്കി രോഗം 5-ാം പനി പോലെ വരും. ചുമന്ന റാഷസും, കണ്ണ് ചുമക്കും, വാ ചുമക്കും. പക്ഷെ ഹൃദയത്തിന്റെ ധമനിയെ ബാധിച്ച് കുഞ്ഞുങ്ങൾക്ക് ഹാർട്ട് അറ്റാക്ക് വരുന്ന ഒരു മാരക രോഗമാണ് കാവസാക്കി രോഗം. റാഷസ് വരുമ്പോൾ ഡോക്ടറോട് തന്നെ എടുത്തു ചോദിച്ചോണം, ഡോക്ടർ ഇത് കാവസാക്കി രോഗമാണോ എന്ന്. കാരണം ഡോക്ടർമാർ തന്നെ പലരും കണ്ടിട്ടില്ലാത്തവരുണ്ട്. സോ ദേ വിൽ തിങ്ക് അബൌട്ട് ദ ഡിഫറൻഷ്യൽ ഡയഗ്നോസിസ്. 2 മാസം കൂടി ഇരിക്കുമ്പോൾ ഒരു കുഞ്ഞെങ്കിലും വരാറുണ്ട്. അവർ മാക്സിമം ഒരു 20 വയസ്സ് വരെ ജീവിക്കത്തുള്ളൂ. 2 ഹാർട്ട് അറ്റാക്ക് വന്ന കുഞ്ഞുങ്ങളെ ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെ അവിടെ 3 വർഷം ഞാൻ ഇവാഞ്ചലിസം കോർഡിനേറ്ററായിട്ട് പ്രവർത്തിച്ചു. മാസത്തിൽ ഒരിക്കൽ ഞങ്ങൾ ജയിൽ മിനിസ്ട്രിക്ക് പോകുമായിരുന്നു. We have a license to go and visit only the civil jail, not the criminal jail. ക്രിമിനൽ ജയിലിൽ പോകാനായിട്ട് എൻ്റെ പാസ്റ്റിനുണ്ടായിരുന്നു. ഞാൻ സിവിൽ ജയിലിൽ ഞങ്ങൾ പോകുമ്പോൾ അരമണിക്കൂർ അവർ ഞങ്ങൾക്ക് തരും. അത് മോസ്റ്റ് ഓഫൺ ഡീറ്റൻഷൻ സെൽസ് എന്ന് പറയും. അതായത് ഈ വിസ എക്സ്പയർ ആയി കഴിഞ്ഞിട്ട് അവിടെ നിൽക്കുന്ന ഫോറിൻ ഓവർസീസ് വർക്കേഴ്സിനെ അവർ ഡീറ്റെയിൻ ചെയ്യും, അവരെ ഈ ജയിലിൽ അടയ്ക്കും. അങ്ങനെ ഉള്ളിടത്ത് ഈ ചെന്ന് ഞങ്ങൾ ചിലപ്പോൾ സുവിശേഷം അറിയിക്കാറുണ്ട്. ഞാൻ പറയാൻ വന്നത്, ഏകദേശം 3 വർഷത്തിന് ശേഷം എനിക്കൊരു ഇമെയിൽ സന്ദേശം കിട്ടി. അന്ന് എന്നോട് ഇപ്രകാരം എഴുതി, സാറേ, ഡോക്ടർ വന്ന അന്ന് ഞങ്ങളോട് സുവിശേഷം അറിയിച്ചല്ലോ. യേശുവിനെ ഹൃദയത്തിൽ ഞാൻ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചു. ഞാൻ ഇന്ന് മാനില ബൈബിൾ കോളേജിലെ 3-ാം വർഷ വിദ്യാർത്ഥിയാകുന്നു. ബൈബിൾ കോളേജിൽ ഞാൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ ഒരു ബൈബിൾ കോളേജിൽ ചേരുവാൻ ഇടയായി എന്ന് പറഞ്ഞു. ഞാൻ അപ്പോഴേ മറന്നുപോയി. പക്ഷേ ദൈവം പ്രവർത്തിക്കും. നിന്റെ വായിൽ നിന്ന് വരുന്ന വചനം അത് വെറുതെ എൻ്റെ അടുക്കിലേക്ക് മടങ്ങി വരത്തില്ല. അതതിൻ്റെ ഉദ്ദിഷ്ട കാര്യം സാധിച്ചേ മടങ്ങി വരും. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദ ബുക്ക് ഓഫ് ഐസിയ ചാപ്റ്റർ 14 വേഴ്സ് 7 വളരെ ക്ലിയർ ആയിട്ട് അവിടെ പറയുന്നുണ്ട്, ഒരു വൃക്ഷമായാൽ പ്രത്യാശയുണ്ട്. അത് വെറുതെ എൻ്റെ പ്രത്യാശയുണ്ട്. അതിനെ വെട്ടിക്കളഞ്ഞാൽ അത് പിന്നെയും കിളിക്കും, അതിൻ്റെ ഇളം കൊമ്പുകൾ മുളയ്ക്കാതിരിക്കത്തില്ല. ഒരു വൃക്ഷത്തിന് പ്രത്യാശ ഉണ്ടെന്ന് ദൈവവചനം പഠിപ്പിക്കുന്നുണ്ട്. പക്ഷെ മനുഷ്യന്റെ പ്രത്യാശ തകർന്നു പോകും. എന്നെ സ്നേഹിച്ച പലർക്കും പല രോഗങ്ങൾ കടന്നു വരുമ്പോൾ ഞാൻ ചോദിക്കും, കർത്താവേ, ഇങ്ങനെ എന്തുകൊണ്ട് സംഭവിച്ചു? ഇന്നലെ എൻ്റെ സഭയിൽ വർഷങ്ങൾക്ക് മുമ്പിരുന്ന പാസ്റ്ററിന് ഒരു സർജറി, മേജർ സർജറി ഉണ്ട്, ഡോക്ടറെ പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. അദ്ദേഹം ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് പോകുന്നതിന് മുമ്പ് ഫോണിൽ കൂടെ ഞാൻ പ്രാർത്ഥിച്ചു. അദ്ദേഹത്തിൻ്റെ CT സ്കാനിൽ, കോൺട്രാസ്റ്റ് CT സ്കാനിൽ ഒരു മാസ് ഇൻറ്റസ്റ്റൈനിൽ കണ്ടു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, കർത്താവേ, നിന്റെ വയലിൽ അധ്വാനിക്കുന്ന ദൈവമക്കൾക്ക് എന്തുകൊണ്ടാണ് കർത്താവേ ഈ ക്യാൻസർ രോഗങ്ങൾ വരുന്നത്? ചില ക്വസ്റ്റ്യൻസ് we have no answer, and God will tell you the right answer when you go to the heaven. നമുക്കിവിടെ ചോദിക്കാൻ അവകാശമില്ല. because he is the potter and we are the clay. He can make it as any kind of a shape. അപ്പം വളരെ ഭാരത്തിലിരിക്കുമ്പോൾ നമ്മുടെ പ്രത്യാശ തകർന്നു പോകും. വിഷാദത്തിലായിരിക്കുന്ന ഏലിയാവ് പറഞ്ഞു, ഇപ്പോൾ ഞാൻ മരിക്കാൻ ആഗ്രഹിക്കുന്നു, എന്നെ എടുത്തുകൊള്ളണമെന്ന ചൂരച്ചെടിയുടെ തണലിൽ നിരാശനായി കിടന്നപ്പോൾ വിഷാദ ചിന്തകൾ ദൈവത്തിന്റെ ദാസന്മാർക്ക് വരെ കടന്നു വരാം. പക്ഷേ ദൈവത്തിന് ചില പ്ലാനും പദ്ധതിയുമുണ്ട്. ആ മരുഭൂമിക്ക് അപ്പുറത്തൊരു മലയുണ്ട്, ഒരു പർവ്വതമുണ്ട്. ഒരേ പർവ്വതത്തിൽ ദൈവത്തിന്റെ ശോഭയേറിയ മുഖം കാണുവാൻ, ആ മലയിലേക്ക് നയിക്കുവാൻ ചില വിഷാദം നിന്റെ ജീവിതത്തിൽ കൊണ്ടുവരും. ഈ വിഷാദം വന്നാലും നിന്റെ തലയുടെ അടുക്കൽ ഒരു തുരുത്തി ജലവും കനലടയിലെ അപ്പവും തരുവാൻ ദൈവം മറക്കുന്നവനല്ല. ഫാസ്റ്റ് ഫുഡ് ദൈവമാണ് കണ്ടുപിടിച്ചതെന്ന് ഞാൻ പറയും.
നിന്റെ അടുക്കൽ കൊണ്ടുവെക്കും. 40 രാവും 40 രാവും നിനക്ക് നടക്കുവാൻ ശക്തി തരുന്ന ഭക്ഷണം. നീ കഴിക്കുന്ന ഭക്ഷണം 6 മണിക്കൂർ കൊണ്ട് ദഹിച്ചു പോകും. 12:30 ആകുമ്പം പാസ്റ്ററെ മെസ്സേജ് നിർത്തുന്നില്ലയോ, ഞങ്ങൾക്ക് വീട്ടിൽ പോകണം, മെറ്റ്ഫോമിൻ ഗുളിക കഴിക്കണം, ഇൻസുലിൻ കഴിക്കണം. പക്ഷെ ദൈവം തമ്പുരാന്റെ ഭക്ഷണം 40 രാവും 40 പകലും നടക്കുവാനുള്ള ശക്തി തരുവാൻ ചില വിഷാദങ്ങൾ കൊണ്ടുവരും. ഒരു വൃക്ഷമായാൽ പ്രത്യാശ ഉണ്ടെന്നേ, മനുഷ്യന് പ്രത്യാശയില്ല. അതാ ഞാൻ പറയാൻ വന്നത്. We don't have the hope in the Lord. ഉണ്ടെങ്കിലും പ്രശ്നങ്ങൾ കടന്നു വരുമ്പോൾ നമ്മൾ തകർന്ന് തരിപ്പണമായി പോവുകയാണ്. പക്ഷെ മുറിച്ചിട്ടാലും അത് കിളിർക്കുമെന്നാ പറയുന്നത്. മണ്ണിൽ അതിൻ്റെ വേര് പഴകിപ്പോയാലും അതിൻ്റെ കുറ്റി നിലത്ത് ഉണങ്ങിപ്പോയാലും, ഉണങ്ങിപ്പോകുന്ന സന്ദർഭം നമ്മുടെ ജീവിതത്തിൽ വരും. പക്ഷെ ഉണങ്ങിപ്പോയാലും വെള്ളത്തിൻ്റെ ഗന്ധം കൊണ്ട് അത് മുളയ്ക്കും. ഒരു ചെടി പോലെ ശാഖകൾ പുറപ്പെടുവിക്കും. വെള്ളത്തിൽ മണ്ണിൽ കെട്ടുപോകുക എന്ന് പറയുന്ന വർഷങ്ങൾ കഴിഞ്ഞാൽ ഇറ്റ് ബിക്കം എ കോൾ. അത് കരിയായിത്തീരും. കോള് എടുക്കുന്നത് അങ്ങനെ വർഷങ്ങൾ കഴിഞ്ഞ് മണ്ണിന്റെ അടിയിൽ കെട്ടുപോയാൽ അത് കറുത്ത് കരിപ്പടമായി തീരും. പക്ഷെ കറുത്ത കോളിന്റെ നടുവിൽ നിന്ന് ഒരു ഗ്രീൻ കളറിലെ പച്ച ഇല കിളിർപ്പിക്കുവാൻ കഴിയുന്ന ദൈവം. പ്രത്യാശ നഷ്ടപ്പെടല്ലേ. ഒരിക്കൽ നിങ്ങൾ കൈകൾ അടിച്ചിട്ടുണ്ടെങ്കിൽ, ഒരിക്കൽ നിങ്ങൾ സ്തോത്രമെന്ന യാഗം നിങ്ങൾ അർപ്പിച്ചിട്ടുണ്ടെങ്കിൽ, യെശയ്യാപ്രവചനം 55:12 ഇപ്രകാരം പറയുന്നുണ്ട്: നിങ്ങൾ സന്തോഷത്തോടെ പുറപ്പെടും, സമാധാനത്തോടെ നിങ്ങൾ നയിക്കപ്പെടും, മലകളും കുന്നുകളും നിങ്ങളുടെ മുമ്പിൽ ആർത്തുപാടും, വയലിലെ സകല വൃക്ഷങ്ങളും കൈകൊട്ടും. കാറ്റിന്റെ ശക്തിയാൽ ഇലകൾ ആടും. പക്ഷേ ദൈവത്തിന്റെ സന്നിധിയിൽ സൃഷ്ടിജാലങ്ങൾക്ക് പോലും സൃഷ്ടാവിനെ മഹത്വപ്പെടുത്തുവാൻ ആ ഇലകൾ ആടി കൈകൾ കൊട്ടിയാർക്കുവാൻ തക്കവണ്ണം ദൈവം അവരെ പരിശീലിപ്പിച്ചിട്ടുണ്ട്. ഒരിക്കൽ നിങ്ങൾ കൈകൾ കൊട്ടിയാർത്തിട്ടുണ്ടെങ്കിൽ, ദൈവത്തെ നിങ്ങൾ പാടി സ്തുതിച്ചിട്ടുണ്ടെങ്കിൽ, നിന്റെ ശരീരകോശങ്ങളിൽ ഒരു ക്യാൻസർ രോഗം വന്നാലും, നിന്റെ ശരീരത്തിൽ ഏത് രോഗങ്ങൾ വന്നാലും നിന്നെ കൈവിടുന്നവനല്ല. The Hebrew 13:5 says, I will never leave you, never forsake you. നിന്നെ ഒരു നാളും തള്ളിക്കളയുന്നവനല്ല. ഒരിക്കൽ നിന്റെ കൈ കൊട്ടിയിട്ടുണ്ടെങ്കിൽ നീ മണ്ണിൽ കെട്ടുപോയാലും കരിക്കരറ്റയായാലും, even though it become a cord, even though it become a black cord, it is possible to sprout a green leaf from the black cord. ചത്തുപോയ വൃക്ഷത്തിൽ നിന്ന് ഒരു പച്ചില കിളിപ്പിക്കുവാൻ കഴിയുന്നത്. ഈ പച്ചില കിളിപ്പിക്കുവാൻ, സുവിശേഷം അറിയിക്കുവാൻ ദൈവം നിങ്ങളെ ആക്കി വച്ചിരിക്കുക. യേശു തമ്പുരാൻ ഗ്രാമം തോറും പട്ടണം തോറും സുവിശേഷം അറിയിച്ചു. 37-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, കൊയ്ത്ത് വളരെ അധികമുണ്ട്, വേലക്കാരോ ചുരുക്കം. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആകയാൽ കൊയ്ത്തിന്റെ യജമാനോട് തൻ്റെ കൊയ്ത്തിലെ വേലക്കാരെ അയക്കേണ്ടതിന് യാചിക്കുവീൻ എന്നാ പറഞ്ഞു. നിങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിച്ചെങ്കിൽ മാത്രമേ ദൈവം തക്ക സമയത്തിന് ദൈവം വിടത്തുള്ളൂ. നമ്മുടെ സ്വന്തം ഇഷ്ടപ്രകാരം വിട്ടാൽ കാര്യം നടക്കത്തില്ല. ദൈവത്തോടെ യാചിക്കണം. ദൈവം അയക്കും. ദൈവം അയച്ചാൽ ആ ആള് വ്യക്തമായി സുവിശേഷം അറിയിക്കുമ്പോൾ, ഷണ്ണൻ പറഞ്ഞതുപോലെ, ഇവിടെ അല്പം വെള്ളമുണ്ട്, എനിക്ക് സ്നാനപ്പെട്ടൂടെ, അതൊക്കെയാ യഥാർത്ഥ പരിവർത്തനം. വെറുതെ നമ്മൾ സംസാരിച്ചിട്ട് അർത്ഥമില്ല. വെറുതെ വായിലെ തുപ്പല് കളഞ്ഞിട്ട് അർത്ഥമില്ല. The Holy Spirit will lead you. ഒരുവൻ ക്രിസ്തുവിലായാൽ 2 Corinthians 5:17 പറയുന്നുണ്ട്, if anyone is in Christ, he is a new creation എന്നാ പറയുന്നു. The creation, new creation, all things have passed away. Behold, all become new. അവിടെ
പുതിയതിന്റെ അർത്ഥം ഗ്രീക്കിൽ പറയുന്ന കെയ്നോസ് എന്നാ പറയുന്നത്. ഇറ്റ് ഈസ് അൺയൂസ്ഡ് എന്നാ പറയുന്നത്. ലോകത്ത് എന്ത് മേടിച്ചാലും ഇറ്റ് ഈസ് യൂസ്ഡ്. ഒരിക്കലും അൺയൂസ്ഡ് ആക്കാൻ കഴിയത്തില്ല ദൈവമക്കളെ. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ഷോപ്പിൽ പോയി ഒരു സാധനം മേടിച്ചാലും നിമിഷ നേരം കൊണ്ട് അത് സെക്കൻഡ് ഹാൻഡ് ആയി കഴിഞ്ഞു. അതൊരിക്കലും പുതിയതാകുന്നില്ല. ഞങ്ങൾ അൾട്രാസൗണ്ട് മെഷീൻസും ഒക്കെ ഒത്തിരി ഫൈനാൻഷ്യൽ ബേർഡൻ ഉള്ളപ്പോൾ റീഫർബിഷ്ഡ് മെഷീൻ മേടിക്കും. യു പീപ്പിൾ ആർ ഹാൻഡ്ലിങ് ഓൺലി ദ റീഫർബിഷ്ഡ് മെറ്റീരിയൽസ്. പക്ഷെ ദൈവം അൺയൂസ്ഡ്, ഒരിക്കലും ഉപയോഗിക്കാത്ത ഒരു പുതിയ സൃഷ്ടി. എങ്ങനെ ഒരു ഭ്രൂണത്തിൽ ഒരു കുഞ്ഞുണ്ടാകുന്നു അതുപോലൊരു പുതിയ സൃഷ്ടിയാക്കി തീർക്കുവാൻ കഴിയും. അപ്പൊ ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടി അത്രേ. ഈ പുതിയ സൃഷ്ടിയെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാനായിട്ട് എന്നെയും നിങ്ങളെയും വിളിച്ച് വേർതിരിച്ചിരിക്കുന്നത് സുവിശേഷം അറിയിക്കുവാനായിട്ട്. റോമർ 6:23 പറയുന്നുണ്ട്, പാപത്തിന്റെ ശമ്പളം മരണമത്രേ. The wages of sin is death. എല്ലാ വേദങ്ങളിലും പറയുന്നുണ്ട് പാപത്തിന്റെ ശമ്പളം മരണമത്രേ. ഈ മരണത്തിൽ നിന്ന് വിടുവിക്കുവാൻ പല യാഗങ്ങൾ എല്ലാ വേദങ്ങളും അവരുടേതായ രീതിയിൽ ചെയ്യും. കോഴിയെയും പശുവിനെയൊക്കെ കട്ട് ചെയ്യുന്നവർ ഇപ്പോഴും ഉണ്ട്, രക്തം തളിക്കുന്നവരുണ്ട്. കുഞ്ഞാടിന്റെ രക്തം നമ്മൾ ഒരു കാലത്ത് പുരോഹിതന്മാർ തളിച്ചിരുന്നു. ഇന്ന് കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ നമുക്ക് വേണ്ടി മരിച്ചതുകൊണ്ട് ആ പാപത്തിന് പരിഹാരമായി. ആരും നല്ലവരല്ല. റോമർ 3:23 പറയുന്നുണ്ട്, എല്ലാവരും പാപം ചെയ്ത് ദൈവ തേജസ് നഷ്ടപ്പെട്ടവരാ. ഈ നഷ്ടപ്പെട്ടവരെ വീണ്ടെടുക്കുവാനായിട്ടാണ് നിങ്ങളെ ദൈവം ഉപയോഗിക്കുന്നത്. അതിന് ദൈവം തമ്പുരാൻ പല പ്രവർത്തനങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യും. The 1 Corinthians chapter 6 verse 9, അനീതി ചെയ്യുന്നവൻ ദൈവരാജ്യം അവകാശമാക്കത്തില്ലെന്നാ പറയുന്നത്. 1 Corinthians 6:11 പറയുന്നുണ്ട്. The 1 Corinthians chapter 6 verse 11, എങ്കിലും കർത്താവിന്റെ ആത്മാവിനാൽ നിങ്ങളെ കഴുകി നിങ്ങളെ സാങ്ക്ടിഫൈ ചെയ്ത് ജസ്റ്റിഫൈ ചെയ്യുന്നു എന്നാ പറയുന്നത്. അതിന്റെ ഇംഗ്ലീഷ് വേർഷൻ ഞാനത് വായിക്കാം. And that is what some of you were. You are washed, you are sanctified, you are justified in the name of the Lord Jesus Christ and the Spirit of our Lord. നിങ്ങളെ കഴുകി നിങ്ങളെ ശുദ്ധീകരിച്ച് നിങ്ങളെ നീതീകരിച്ച് ദൈവസന്നിധിയിൽ നിലനിർത്തുവാനായിട്ടുള്ള പ്രോസസ്സിങ്ങിന്റെ പാർട്ടാണ് യേശു ക്രിസ്തു എന്നുള്ള സുവിശേഷം നിങ്ങളെ കൊണ്ട് അറിയിക്കുന്നത്. ഒരുവൻ തന്റെ പാപം ഏറ്റു പറയുമ്പോൾ അവനെ വാഷ് ചെയ്ത് കഴിയും. ഈ വാഷിംഗ് എന്ന് പറയുമ്പോൾ ഞങ്ങളൊക്കെ ഒത്തിരി ക്ലെൻസിങ് ഏജന്റ് ലോകത്ത് ഉപയോഗിക്കാറുണ്ട്. സ്കൂൾ കുഞ്ഞുങ്ങളോട് ചോദിച്ചാൽ പറയും, ഒരു ബോൾ പെന്ന് ഉടുപ്പയിൽ വരച്ചു കഴിഞ്ഞാൽ ഗ്ലിസറിൻ കൊണ്ട് തുടയ്ക്കും. ഞങ്ങളുടെ ഓപ്പറേഷൻ തിയേറ്ററിൽ ഞങ്ങളുടെ വസ്ത്രത്തിൽ ബ്ലഡ് വീണാല് we will clean with hydrogen peroxide, glycerin, അങ്ങനെ പല മെറ്റീരിയല്, ബ്ലീച്ചിങ് പൗഡർ ഉപയോഗിക്കും. ഉടുപ്പയിൽ കരിമ്പൻ അടിച്ചു കഴിഞ്ഞാല് ഞങ്ങളുടെ ഓപ്പറേഷൻ തിയേറ്ററിൽ ടേബിളില് ഒരു ബൈപ്പാസ് കഴിഞ്ഞാൽ അടുത്ത ബൈപ്പാസിന് തുടക്കമിടുമ്പോൾ അരമണിക്കൂർ ബാസിലോക്സ് എന്ന് പറയുന്ന കെമിക്കൽ ഒഴിച്ചിടണമെന്നാണ്. പക്ഷെ അതൊക്കെ ഒഴിച്ചിട്ടെന്ന് പറഞ്ഞാലും മീഡിയാസ്റ്റിനൈറ്റിസ്, സൂച്ചർ ചെയ്തെടുത്ത് ഇൻഫെക്ഷൻ ഉണ്ടാവുന്നില്ലേ? The world statistics says that only 2% can get external infection. അത് എത്ര ശ്രമിച്ചാലും ഉണ്ടാകും. നിങ്ങൾ എത്ര കെമിക്കൽ ഉപയോഗിച്ചെന്ന് പറഞ്ഞാലും അതിലും അണുക്കൾ വളരും. പറ്റത്തില്ല. ഏതെല്ലാം ക്ലെൻസിങ് ഏജന്റ് ഈ ലോകത്തുണ്ടെങ്കിലും ഒരു പരിധി വരെ ക്ലെൻസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഈ ബ്ലഡ് 5.5 മണിക്കൂർ ഒരു മെഷീനിലൂടെ പോകുന്നത്. ദാറ്റ് മെഷീൻ ഈസ് കോൾഡ് ഹീമോ ഫിൽട്ടർ. ഈ ഫിൽട്ടർ
ബാക്ടീരിയയും ഒക്കെ ഫിൽട്ടർ ചെയ്യും. ഞാൻ ഓപ്പറേഷൻ തിയേറ്ററിൽ സർജന്മാർ എന്നെ വിളിക്കും. കൊച്ചു പൊടിക്കുഞ്ഞുങ്ങളുടെ 3 മാസമുള്ള കുഞ്ഞുങ്ങളുടെയൊക്കെ 3 സെന്റിമീറ്റർ വലിപ്പമുള്ള ഹൃദയം ലെൻസ് വെച്ച് ഹാർട്ടിന്റെ ഹോളൊക്കെ അടയ്ക്കുന്നത് കാണുമ്പോൾ ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തും. എത്ര പേര് പ്രാർത്ഥിച്ച് ഓപ്പറേറ്റ് ചെയ്യുന്നവരുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വിരളമാണ്. പക്ഷെ ഞാൻ ഈ ഇന്റർവെൻഷണൽ പെഡിയാട്രിക് കാർഡിയോളജിസ്റ്റ് ആയതുകൊണ്ട് ഞാൻ ഓപ്പറേഷൻ ചെയ്യുകയല്ല, ഇന്റർവെൻഷനാണ് ചെയ്യുന്നത്. തുടയിൽ കൂടെ വയറ് കൊണ്ടുപോയി ഹാർട്ടിന്റെ ഹോള് ബട്ടൺ ഇട്ടടയ്ക്കും. അപ്പൊ ഈ എൻ്റെ കാത്ത് ലാബിലെ സ്റ്റാഫ് പറയും, സാറ് പ്രാർത്ഥിച്ചിട്ടേ ചെയ്യത്തുള്ളൂ എന്ന് പറയും. ഒരു 2 മിനിറ്റ് ഞാൻ ആ സിറിഞ്ചും നീഡിലും അനസ്തേഷ്യ കൊടുക്കാനുള്ള നീഡിലും സിറിഞ്ചും എൻ്റെ കയ്യിൽ വെച്ച് ഞാൻ 2 മിനിറ്റ് പ്രാർത്ഥിച്ചിട്ട് ഞാൻ ചെയ്യത്തുള്ളൂ. അതിൽ നിന്ന് എനിക്ക് ഒത്തിരി അനുഭവം പറയാറുണ്ട്. പല കോംപ്ലിക്കേഷൻസും വന്ന സമയങ്ങളൊക്കെ ദൈവം അത്ഭുതകരമായി എങ്ങനെ വിടുവിച്ചു എന്നുള്ളത്. അതിലേക്കൊന്നും ഞാൻ കടക്കുന്നില്ല. ആ ഹോള് ഒരു ബട്ടണ് വെച്ച് അടയ്ക്കുമ്പോൾ ഞാൻ ദൈവത്തോട് ഇങ്ങനെ പ്രാർത്ഥിക്കും. ചിലപ്പോൾ എൻ്റെ മാസ്കിൽ നിന്ന് ചിലപ്പോൾ കണ്ണുനീർ വരും. കർത്താവേ, അങ്ങയുടെ സൃഷ്ടിയിൽ ഈ ഹോള് ഒരുപക്ഷെ എങ്ങനെ ഉണ്ടായി എന്ന് ഞാൻ ചോദിക്കുന്നില്ല. പക്ഷെ അങ്ങയുടെ സൃഷ്ടിയിൽ, അങ്ങയുടെ സൃഷ്ടിപ്പിന്റെ ഭാഗമായി ആ ശരീരത്തിലെ ഒരു ചെറിയ ഹോള് അടച്ച് അത് കംപ്ലീറ്റ് ചെയ്യുവാനായിട്ട് ഈ അടിയന്റെ കരുത്തെയും ദൈവം ഉപയോഗിക്കുന്നതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഒരു ചെറിയ ബട്ടണ് 70,000 റുപ്പീസ് ഉണ്ട്. 2.5 ലക്ഷം രൂപ ആകുന്ന സർജറി. നിങ്ങളുടെ കണക്കിൽ പറഞ്ഞാൽ ഒരു $3,000. അമേരിക്കയിൽ $30,000 വേണം ഒരു ബൈപ്പാസ് ചെയ്യാൻ. ഇപ്പൊ ഇന്ത്യയിൽ ആ മെഡിക്കൽ ഫീൽഡിൽ ഏറ്റവും കൂടുതൽ ചെലവ് കുറവ്. അതുകൊണ്ട് അമേരിക്കയിൽ നിന്നും ഇവിടെ വന്ന് ഓപ്പറേറ്റ് ചെയ്യുന്നവരും ഉണ്ട്. കാരണം എല്ലാവർക്കും സോഷ്യൽ സെക്യൂരിറ്റീസും ഇൻഷുറൻസും ഒക്കെ പുതിയതായിട്ട് വന്നവർക്ക് കാണണമെന്നില്ല. അപ്പം എന്നാൽ ഈ $3,000 എന്ന് പറയുന്നത് വലിയ തുകയാണ് നമ്മുടെ നാട്ടുകാരെ സംബന്ധിച്ച്. അപ്പോൾ അനേക ഫിലാന്ത്രോപ്പിസ്റ്റിന്റെ ഹെൽപ്പോട് കൂടി എന്നെ ഏറ്റവും കൂടുതൽ ഇതര സഭക്കാര്, മർത്തോമ ഓർത്തഡോക്സുകാരൊക്കെ, ഞാനിപ്പോഴും മർത്തോമയിൽ പ്രസംഗിക്കാനൊക്കെ പോകട്ടോ, നിങ്ങൾ എനിക്ക് വേണ്ടി ഒത്തിരി പ്രാർത്ഥിക്കണം. കാരണം സാൻഡ്വിച്ച് റെഡിയാക്കിയാണ് കൊണ്ടുപോകുന്നത്. സാൻഡ്വിച്ചിനകത്തൊരു സാൽവേഷൻ വെച്ചാണ് കൊണ്ടുപോകുന്നത്. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അവര് നമുക്ക് വേണ്ടി ഒത്തിരി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഈ കുഞ്ഞുങ്ങളെല്ലാം ഒരു $500 ഏകദേശം 1,200 കുഞ്ഞുങ്ങളെ ഓപ്പറേറ്റ് ചെയ്ത് വിടുവാനായിട്ട് ഇടയായി. 18 വർഷം ഞാൻ പരുമല ഹാർട്ടിന്റെ ഹോസ്പിറ്റലിലെ ചീഫായിരുന്നു. ഞാൻ അവിടെ പ്രവർത്തിക്കുവാനായിട്ട് ദൈവം ഇടയാക്കി. ഈ ചെറിയ ഹോളിന് ഒരു 70,000 രൂപയുടെ ബട്ടണാണെങ്കിൽ നിങ്ങളുടെ ശരീരത്തിലുള്ള ഓരോ കോശങ്ങളുടെയും വില നിങ്ങൾ ചിന്തിച്ചാൽ how much more we should be grateful to our God because he created us. ഈ ഹീമോഫിൽറ്ററിൽ കൂടെ ബ്ലഡ് പോകുമ്പോഴും ഒക്കെ ഞാൻ ചെന്ന് നിൽക്കും. ചിലപ്പോൾ ഞങ്ങൾ ഡയഗ്നോസിന് എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ ഞങ്ങൾ കറക്റ്റ് ചെയ്യണം. ഡോക്ടർ ഒരു ബ്ലഡ് വെസൽ കണ്ടുപിടിച്ചില്ല എന്നൊക്കെ ചിലപ്പം പറയും. എന്നാലും ഞാൻ അവിടെ നിന്ന് പ്രാർത്ഥിക്കും. സർജൻ പറയും, ഡോക്ടർ ഇവിടെ വന്ന് നിന്നാൽ മതി, കുഞ്ഞിന്റെ ലങ്സിലെ പ്രഷർ താഴും. ചില കുഞ്ഞുങ്ങൾക്ക് 3 ശസ്ത്രക്രിയയൊക്കെ വേണം. ദ ലാസ്റ്റ് സർജറി ഈസ് കോൾഡ് ഫോണ്ടാൻ സർജറി. സ്പെഷ്യൽ പൈപ്പ് വെച്ച് ചെയ്യുന്നതാണ്. 4 അറ മനുഷ്യന്റെ ഹൃദയത്തിനുണ്ട്. ഇങ്ങനെയുള്ള കുഞ്ഞുങ്ങൾക്ക് 3 അറയെ കാണത്തുള്ളൂ. നിങ്ങൾക്ക് 4 അറ ഉള്ളതുകൊണ്ടല്ലേ ദൈവത്തെ സ്തുതിക്കാത്ത? 3 അറ ഉള്ളവര് 3 സർജറിയൊക്കെ ചെയ്യുന്ന കഷ്ടപ്പാട്. അപ്പൊ ഈ ലങ്സിലെ പ്രഷർ 18 മില്ലിമീറ്റർ മെർക്കുറി പ്രഷർ കൂടിക്കഴിഞ്ഞാൽ പിന്നെ വെന്റിലേറ്ററിൽ നിന്ന് ഓഫ് ആവത്തില്ല. ഞങ്ങൾക്ക് ഒത്തിരി അനുഭവങ്ങളുണ്ട്. അവിടെ നിന്ന് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ ഈ പ്രഷർ പതുക്കെ 16-ലെത്തും. ഡോക്ടർ ഇവിടെ വന്ന് നിന്നാൽ മതി, ഞങ്ങൾക്ക് വെന്റിലേറ്ററിൽ നിന്ന് മാറ്റാൻ പറ്റുമെന്ന് ചിലപ്പോൾ സർജന്മാർ പറയും. സർജന്മാർ മറ്റുള്ള ഹിന്ദുക്കളായാലും അവർക്കറിയാം ദ ആൻസർ ഈസ് ജീസസ് ക്രൈസ്റ്റ്. കർത്താവായ യേശു ക്രിസ്തുവിന്റെ തങ്കച്ചോരയാൽ നമ്മളെ കഴുകി വെടിപ്പാക്കിയതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ഹീമോഫിൽറ്ററിന്, പീഡിയാട്രിക് ഫിൽറ്ററിന് 25,000, അഡൽട്ടിന് 15,000 ഉള്ളൂ. ഈ ഫിൽറ്ററിൽ കൂടെ എത്ര ഫിൽറ്റർ ചെയ്താലും രക്തത്തിൽ അലിഞ്ഞേർന്നിരിക്കുന്ന പാപത്തെ
ഫിൽട്ടർ ചെയ്യുവാൻ ലോകത്തിൽ ഒരു ക്ലെൻസിങ് ഏജന്റും ഒരു ഫിൽട്ടറും ഒരു സയന്റിസ്റ്റും ഒരു ഗവേഷകരും കണ്ടുപിടിച്ചിട്ടില്ല. കർത്താവായ യേശു ക്രിസ്തുവിന്റെ ക്രൂശിലെ മരണത്താൽ, അവന്റെ രക്തത്താൽ, 1 John 1:7 says, second part says, നിന്റെ സകല പാപത്തെയും അവന്റെ തങ്ക ചോര കൊണ്ട് ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം ദൈവം ഇടയാക്കിയതായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ദ ഗ്രേറ്റസ്റ്റ് ഫിൽട്ടർ എൻ്റെ ദൈവത്തിന്റെ രക്തം. അവന്റെ രക്തത്താൽ കഴുകി പാപത്തെ കഴുകി വെടിപ്പാക്കുവാൻ ദ ഫസ്റ്റ് പ്രോസസ് ഈസ് വാഷിംഗ്. ആ വാഷ് ചെയ്യുന്നതിന് വേണ്ടി ദൈവമക്കളെ യേശുവിന്റെ സുവിശേഷം അറിയിക്കുവാൻ അനേകരുടെ ഇടയിലേക്ക് കടത്തിവിടുന്നു. പാപത്തെ ഏറ്റു പറയുമ്പോൾ ദൈവമോടെ വാഷിംഗ് നടത്തി കഴിയും. The second process is sanctification. Sanctification, it says that set apart for a purpose. The Greek and Hebrew very clearly says, സെപ്പറേറ്റ് ചെയ്യുന്നത് നിന്നെ ഒരു പർപ്പസിന് വേണ്ടിയാ. To make you more holy. മോശം മുൾപ്പടർപ്പിന്റെ അവിടെ ചെന്നപ്പോൾ പറഞ്ഞു, നിനക്ക് അടുത്ത് വരാൻ നിനക്ക് യോഗ്യനല്ല, നീ ചെരുപ്പഴിച്ചു മാറ്റ്, ഈ മുൾപ്പടർപ്പിലേക്ക് വരുവാൻ നീ പറ്റത്തില്ല, നീ ശുദ്ധീകരണം പ്രാപിക്കണം. ശുദ്ധീകരണം പ്രാപിച്ച് നിന്നെ വിശുദ്ധീകരിപ്പാൻ തക്കവണ്ണം, സാങ്ക്ടിഫിക്കേഷൻ ചെയ്യുവാൻ തക്കവണ്ണം ദൈവം ഇടയാക്കും. നമ്മുടെ പാപം ഏറ്റു പറയുന്നുവെങ്കിൽ സകല പാപങ്ങളെ ക്ഷമിച്ച് നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം നീതിമാനും വിശ്വസ്തനുമാകുന്നു. 1 John 1:9 വെരി ക്ലിയർലി സേസ്. അവിടെ ഒരു ക്ലോസ് പറയുന്നുണ്ട്, ഇഫ് യു കൺഫസ് യുവർ സിൻ. ഞാൻ പറയും, എല്ലാവരും ക്രിസ്ത്യൻസ് ഉണ്ട്, എല്ലാവരും സ്വർഗത്തിൽ പോകുമെന്ന് പറഞ്ഞാൽ എല്ലാവരുടെയും വീട്ടിൽ പാസ്പോർട്ട് ഉണ്ടെന്ന് പറയുന്ന പോലെയാണ്. പക്ഷെ ദാറ്റ് ഡസന്റ് മീൻ യു ക്യാൻ ഗോ ടു ഹെവൻ. യു നീഡ് എ വീസ. വീസ ഇല്ലെങ്കിൽ ഞാൻ എങ്ങനെ US വരുന്നു? സോ ദ വീസ ഈസ് ദ സാൽവേഷൻ. ആ സാൽവേഷൻ നമ്മൾ അറിയിക്കേണ്ട കടമ നമുക്കാണ്. അതാണ് സങ്കീർത്തനം 32:1 പറയുന്നുണ്ട്. Psalms 32:1, ലംഘനം ക്ഷമിച്ചും പാപം മറച്ചും കിട്ടിയവനാ ഭാഗ്യവാൻ. പാപം ഇങ്ങനെ മറച്ചു പിടിക്കും. എൻ്റെ ദൈവം നിന്റെ പാപം മറച്ചു പിടിച്ചാൽ നോ ഡെവിൾ ക്യാൻ സീ യുവർ സിൻസ്. അവൻ പാപം മറച്ചു കിട്ടുന്നവൻ ഭാഗ്യവാന്. യഹോവ അകൃത്യം കണക്കിലിടില്ല. നമ്മുടെ പാപം കണക്കിലിടാത്തവൻ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. If you hear my voice, if you confess, there is a clause, if you hear my voice, I will come in. നീ എൻ്റെ ശബ്ദം കേട്ടാൽ ഞാൻ നിന്റെ ഉള്ളിലേക്ക് കടന്നു വരും. നീ ഒരടി അങ്ങോട്ട് വെച്ചാൽ ദൈവം ഇങ്ങോട്ടൊരടി വെക്കും. You have your responsibility to walk towards our God. ഒരിടത്ത് ഇരുന്നാൽ പരിപാടി നടക്കത്തില്ല. യേശുവിന്റെ സുവിശേഷം നമ്മൾ മറ്റുള്ളവരെ അറിയിക്കേണ്ടത് വളരെ ആവശ്യമാണ്. യോബിന്റെ പുസ്തകം 14:17 പറയുന്നുണ്ട്, ഒരുവൻ പാപം ഏറ്റു പറഞ്ഞില്ലെങ്കിൽ, the book of Job 14:17, my offenses will be sealed in a bag എന്നാ പറയുന്നത്. പഴയ കാലത്ത് ഞങ്ങൾക്ക് ഈ പോസ്റ്റ് ഓഫീസിൽ നിന്ന് ബാഗുകളെല്ലാം ഒരു വാക്സ് വെച്ച് സീൽ ചെയ്ത് ട്രാൻസ്പോർട്ട് ബസ്സിൽ ബാക്ക് സീറ്റിലാണ് കൊണ്ടുവെക്കുന്നത്. നമുക്കൊന്നും ഇരിക്കാൻ പോലും സ്ഥലം കിട്ടത്തില്ല. ഈ ഏത് പോസ്റ്റ് ഓഫീസിൽ ചെന്നാലും ഈ സീൽ അഴിക്കാനേ അവിടുത്തെ പോസ്റ്റ്മാനൊന്നും അധികാരമില്ല. ഹെഡ് പോസ്റ്റ് ഓഫീസിൽ ചെന്ന് കഴിഞ്ഞാൽ അതോറിറ്റി അവിടുത്തെ ഹെഡ് മാസ്റ്ററിന് കൊടുത്തിട്ടുണ്ട് സീല് പൊട്ടിക്കാൻ. ഈ ചാക്കിലിരിക്കുന്ന പാപം, മുദ്രയിട്ടിരിക്കുന്ന സഞ്ചിയിലാക്കിയിരിക്കുന്ന പാപത്തെ എടുത്തു കളയുവാൻ പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചാൽ മാത്രമേ ആ വാക്സിനെ ഒരുക്കി കളയാൻ പറ്റത്തുള്ളൂ. അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടെ ചെയ്യണം. നിന്റെ കണ്ണുനീരും. പാപം കണ്ണുനീരോടെ ഏറ്റു പറയുമ്പോൾ ഈ വാക്സ് ഉരുകിപ്പോവും. ഈ സഞ്ചിയിലിരിക്കുന്ന പാപം
എന്റെ ദൈവം എന്നേക്കുമായി സമുദ്രത്തിന്റെ അടിയിലേക്ക് ഇട്ട് കളയും. The book of Micah, chapter 7, verse 19. മീഖായുടെ പുസ്തകം 7-ാം അധ്യായം 19-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, tread our sin and put it into the depth of the sea. അവന്റെ പാപത്തെ ചവിട്ടി വെള്ളത്തിന്റെ അടിയിലേക്ക് ഇട്ട് കളയും. അതൊരിക്കലും പൊങ്ങി വരത്തില്ല. മീൻ പിടിക്കുമ്പം പൊങ്ങ് സ്മോൾ തെർമോക്കൂള് ആ മീൻ പിടിക്കുന്ന വയറേല് സ്വിച്ചർ ചെയ്തിടും. ആ സ്വിച്ചർ ചെയ്തിട്ട് കഴിഞ്ഞാൽ മീൻ പിടിച്ച് താത്താലും അത് പൊങ്ങി വരും. പക്ഷെ നീ ഏറ്റു പറയുന്ന പാപം അത് പിന്നെ പൊങ്ങി വരത്തില്ല. ഞാൻ ഒരു 4D 3Max ഒരു സയന്റിഫിക് മൂവി ഒരിക്കൽ പോയി കണ്ടായിരുന്നു. വെള്ളത്തിന്റെ അടിയിലെ വോൾക്കാനോ. 1000 ഡിഗ്രി ടെമ്പറേച്ചറിൽ ഒഴുകി വരുന്ന തീയെ കെടുത്താൻ സമുദ്രത്തിന് പോലും കഴിയുന്നില്ല. സമുദ്രത്തിന്റെ അടിയിൽ തിളച്ചു മറിയുന്ന ചുമന്ന കളറിലെ ലാവ ഒഴുകുന്നത് നിങ്ങൾ വീഡിയോയിൽ കാണണം. തിളച്ചു മറിയുന്ന തീപ്പൊയ്യിൽ പോവാൻ ആരും നിങ്ങൾ അനുവദിക്കരുത്. അവിടെ വെന്തുകൊണ്ടിരിക്കുക. ഒരിക്കലും മരണമില്ല, നിത്യനാശമാ. അവിടെ പുകയുക. ആ ഒഴുകുന്ന ലാവയുടെ ഇടയിൽ പിളർന്നിരിക്കുന്നത് കാണാം. എന്നിട്ട് അവര് റോബോട്ടിനെ വെച്ചിട്ട് 13 കിലോമീറ്റർ റോബോട്ട് വീണ്ടും ഭൂമിയുടെ നടുഭാഗത്തേക്ക് റോബോട്ടിൽ പോയി സഞ്ചരിക്കുന്ന പ്ലേസുകൾ ഞാൻ കണ്ടിട്ടുണ്ട്. അതിന്റെ ആഴം എത്രയാണെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ മനുഷ്യന്റെ കണ്ണുനീരോടുകൂടി പാപത്തെ ഏറ്റു പറയുമ്പോൾ ആ പാപം ഭൂമിയുടെ ആന്തർഭാഗത്തേക്ക് അവന ഇട്ട് കഴിയും. ചവിട്ടി മെതിച്ച് താഴെ ഇട്ട് കളയും. അതൊരിക്കലും പൊങ്ങി വരത്തില്ല. ഒരു പിശാചിന് പോലും കാണാൻ കഴിയത്തില്ല. ഉദയം അസ്തമയത്തോട് അകന്നിരിക്കുന്നത് പോലെ. The book of Psalms 103 verse 12, 103:12 പറയുന്നുണ്ട്, ഉദയം അസ്തമയത്തോട് അകന്നിരിക്കുന്നത് പോലെ അവൻ നമ്മുടെ പാപത്തെ അകറ്റിയിരിക്കുന്നു. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ഞാൻ ഒരിക്കല് നാഷണൽ യൂണിവേഴ്സിറ്റി ഹോസ്പിറ്റലിൽ പഠിക്കുമ്പോൾ രാവിലെ വലിയ സെക്യൂരിറ്റി സന്നാഹത്തോടെ ഒരു ഡെഡ് ബോഡി കൊണ്ടിരുന്നത് കണ്ടു. ഞാൻ ചോദിച്ചു, എന്താ ഈ ബോഡി ഇങ്ങനെ കൊണ്ടിരുന്നത്? ബോഡി കൊണ്ടിരുന്നതിന് ഇത്രമാത്രം സെക്യൂരിറ്റീസ്, എത്രമാത്രം പോലീസ് സന്നാഹം എന്താണെന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞു, സാറിന് അറിയത്തില്ലയോ, ഇന്നത്തെ പേപ്പർ വായിച്ചാൽ പിടികിട്ടുമെന്ന് പറഞ്ഞു. ഞാൻ ഉടനെ ലൈബ്രറിയിൽ പോയി. അവിടെ ഒരു ഇംഗ്ലീഷ് ന്യൂസ് പേപ്പർ ഉണ്ട്, ചൈന പോസ്റ്റ് എന്ന് പറയും. അത് തൈവാന് ഒരു ഇൻഡിപെൻഡന്റ് കൺട്രിയാണ്. അവിടെ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട് സുവിശേഷം അറിയിക്കാൻ. ഞാൻ ദൈവത്തെ സ്തുതിക്കുക. നോട്ട് ലൈക്ക് ചൈന. ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനുകളിലെല്ലാം ഓരോ ദിക്കിലും ലഘുലഘുകളുമായി കടന്നു പോകുമായിരുന്നു. ഏകദേശം 700-ൽ പരം യുവജനങ്ങള്, ഫോറിൻ ഓവർസീസ് വർക്കേഴ്സ് കർത്താവായ യേശു ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അപ്പം 4% ക്രിസ്ത്യൻസ് ഉണ്ട്. അതിൽ 3% ബുദ്ധിസ്റ്റ് ക്രിസ്ത്യൻസ് ആണ്, കാതലിക് ക്രിസ്ത്യൻസ്. 1% പ്രൊട്ടസ്റ്റന്റ് ക്രിസ്ത്യൻസാണ്. അതുകൊണ്ട് എനിക്ക് ഏറ്റവും വലിയ സന്തോഷം വന്നത് ചൈന പോസ്റ്റിന്റെ എഡിറ്റർ ഒരു ക്രിസ്ത്യൻ ആയിരുന്നു. അന്നത്തെ മെസ്സേജ് എഴുതിയിരുന്നത് വലിയ 2 ഇഞ്ച് സൈസിലുള്ള ലെറ്ററാണ്. മിസ്റ്റർ ചെൻ എക്സിക്യൂട്ടഡ്. വലിയ കൊലയാളിയായ ഒരു ചെൻ എന്ന് പറയുന്ന മനുഷ്യനെ തൈവാൻ ഗവൺമെന്റ് വധിച്ചിരിക്കുന്നു. അതിൻ്റെ അടിയിൽ കൊച്ച അക്ഷരത്തിൽ എഴുതിയിട്ടുണ്ട്, ബട്ട് ഹി ടേൺ ടു ഗോഡ്. ബട്ട് ഹി ടേൺ ടു ഗോഡ്. റീഡ് ദ പേജ് നമ്പർ 8. 8-ാം പേജിലേക്ക് പോയപ്പോൾ എനിക്ക് മനസ്സിലായി, ഈ മനുഷ്യന് 35-ൽ പരം VVIP, വെരി വെരി ഇമ്പോർട്ടൻറ്റ് പേഴ്സണെ കിഡ്നാപ്പ് ചെയ്ത് കൊല്ലുന്ന സ്വഭാവമായിരുന്നു. അവന്റെ തലയ്ക്ക് $10,000 വില കൽപ്പിച്ചിട്ടുണ്ടായിരുന്നു. പോലീസിന് പിടിക്കാൻ പറ്റുന്നില്ല. അവൻ ഭയങ്കര തന്ത്രശാലിയായിരുന്നു. അവൻ അവസാനമായി സൗത്ത് ആഫ്രിക്കൻ എംബസി ഒഫീഷ്യലിനെയും ഭാര്യയെയും അവൻ കിഡ്നാപ്പ് ചെയ്ത് ഒരു ഭവനത്തിൽ കൊണ്ടുവച്ചു. പക്ഷെ ഭാര്യ സൗത്ത് ആഫ്രിക്കയില് ഒരു വിശ്വാസിയായിരുന്നു. നിങ്ങൾക്കറിയാമോ, ആഫ്രിക്കൻസ് ഒക്കെ നമ്മളെക്കാൾ എത്ര സന്തോഷത്തോടെ ആരാധിക്കുന്നത് അറിയാമോ? The gifts of the Holy Spirit, how it's working through them. നമ്മളൊക്കെ ഇങ്ങനെ അന്യഭാഷയിൽ
ഒതുക്കി നിർത്തിയിരിക്കുക ചെണ്ടടിയുടെ ശക്തിയിൽ. ദ ഗിഫ്റ്റ്സ് ഓഫ് ദി ഹോളി സ്പിരിറ്റ് പ്രവർത്തനം നമ്മൾ കണ്ട് സന്തോഷിക്കണം. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. അതിനുവേണ്ടി നമ്മൾ പ്രാർത്ഥിച്ചാൽ ദൈവം നമുക്ക് വേണ്ടി ആ ശക്തി ദൈവം തരുമെന്ന് വിശ്വസിക്കണം. പ്രത്യാശ മരത്തിന് മാത്രമല്ല, ഇലകൾക്ക് മാത്രമല്ല, ദൈവം തരുമെന്ന് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ആ സഹോദരി ഓടിച്ചെന്നിട്ട് ഈ മിസ്റ്റർ ചെന്നിനോട് പറഞ്ഞു. അവർക്ക് മനസ്സിലായി പിടികിട്ടാ പുള്ളിയാണ് എൻ്റെ കൂടെ നിൽക്കുന്നതെന്ന്. ഹേ മിസ്റ്റർ ചെൻ, ഐ വാണ്ട് ടു ടെൽ വൺ തിങ്, ജീസസ് ലവ്സ് യു. യേശു നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞു. 3 വാക്ക് പറഞ്ഞു. അതിന് വലിയ ബലമില്ല. പക്ഷെ പരിശുദ്ധാത്മാവ് ഒരു തീയുടെ അമ്പിനേക്കാളും അവന്റെ മുറിവ് അവന്റെ ഹൃദയത്തിലേക്ക്, ലൈക്ക് an arrow, it gone into his heart. He said, ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ എന്നെ ആരും സ്നേഹിച്ചിട്ടില്ല, എൻ്റെ ബന്ധുമിത്രാദികൾ എന്നെ സ്നേഹിച്ചിട്ടില്ല, എൻ്റെ കൂട്ടുകാരെന്നെ സ്നേഹിച്ചിട്ടില്ല, എൻ്റെ പേരൻസ് എന്നെ സ്നേഹിച്ചിട്ടില്ല. ഇപ്പോൾ ഈ സഹോദരി പറയുന്നുണ്ട്, ലോകത്തൊരുവനുണ്ട് എന്നെ സ്നേഹിപ്പാൻ, അത് none other than ജീസസ് ക്രൈസ്റ്റ്. യേശു ക്രിസ്തു എന്നെ സ്നേഹിപ്പാനുണ്ടെന്ന്. അവനുടനെ പോലീസിനെ വിളിച്ചു. നിങ്ങൾ ആരും 10,000 രൂപ തലയ്ക്ക് തരണ്ട. ഐ മൈസെൽഫ് സറണ്ടർ ടു യു. You can arrest me. I am releasing the South African embassy official and wife. പോലീസ് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോയി. ക്രിമിനൽ ജയിലിൽ കൊണ്ടിട്ടു. ക്രിമിനൽ ജയിലിൽ ഞങ്ങളുടെ പാസ്റ്റിന് പോകാനുള്ള ലൈസൻസ് ഉണ്ടായിരുന്നു. പാസ്റ്റിനും അറിയത്തില്ല ഇതാരാ കിടക്കുന്നതെന്ന്. ഓരോ ജയിലിലെ ഓരോ അഴികളിൽ മേൽ നിരാശയിൽ കിടക്കുന്ന മനുഷ്യരുണ്ട്. പക്ഷെ ദൈവവചനം പഠിപ്പിക്കുന്നുണ്ട്, നിരാശയിലായിരിക്കുന്ന, തല കുനിഞ്ഞിരിക്കുന്നവരെ നിവർത്തുന്ന ഒരു ദൈവമുണ്ട്. ആണിപ്പഴുതളത്ത കരങ്ങൾ കൊണ്ട് നിന്റെ താടിയിൽ പിടിച്ച് പൊക്കി നിന്റെ നിരാശയെ മാറ്റുന്ന ദൈവം. ആ നിരാശയുടെ നടുവിൽ നീ പറഞ്ഞാൽ മതി, there is one person to love you. യേശു നിന്നെ സ്നേഹിക്കുന്നു. യേശു നിന്നെ സ്നേഹിക്കുന്നു. അനേകർ നിൽപ്പുണ്ട്. പാസ്റ്റർ എന്നപ്പോൾ ഇതുപോലെ മിസ്റ്റർ ചെന്ന് നിൽപ്പുണ്ട്. മിസ്റ്റർ ചെന്നാണെന്നും അറിയത്തില്ല. ചോദിച്ചു, വാട്ട് ഈസ് യുവർ പ്രോബ്ലം? ഹേ, വാട്ട് ഈസ് യുവർ നെയിം മിസ്റ്റർ ചെൻ? പാസ്റ്ററിന് അറിയത്തില്ല. പാസ്റ്റർ പറഞ്ഞു, ഐ ഓൾസോ വാണ്ട് ടു ടെൽ യു വൺ തിങ്, ജീസസ് ലവ്സ് യു. യേശു നിന്നെ സ്നേഹിക്കുന്നു. അവൻ രണ്ടാമതും ആ ശബ്ദം കേട്ടപ്പോൾ ഇൻവെസ്റ്റിഗേഷൻ ബ്യൂറോയോട് പോലും പറയാത്ത സത്യം അവൻ നിലത്ത് വീണ് മുട്ടിന്മേൽ നിലവിളിച്ച് യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിപ്പാനിടയായി. The book of Isaiah chapter 118 says, even though your sins are like a crimson red, നിന്റെ പാപം കടുംചുവപ്പായാലും ഹിമം പോലെ വെളുപ്പിക്കുവാൻ കഴിയുന്ന ദൈവം നിന്റെ പാപത്തെ കഴുകി വെടിപ്പാക്കുവാൻ ഞങ്ങളുടെ ഹിമ ഫിൽറ്ററിന് പോലും ശുദ്ധീകരിപ്പാൻ കഴിയത്തില്ല. പക്ഷെ നിന്റെ യേശുവിന്റെ രക്തത്താൽ കഴുകി വെടിപ്പാക്കുവാൻ കഴിയും. തന്റെ മരണത്തിന് മുമ്പ് അവിടെ നിന്ന് ദയാഹർജിയൊന്നുമില്ല. there is no compassionate background they will release. No. അവന് തീയതി നിശ്ചയിച്ചു. നമുക്കിവിടെ IPC ഇന്ത്യൻ പെനൽ കോഡ് സെക്ഷൻ 303 ഹാങ്ങിങ് എന്ന് പറഞ്ഞതുപോലെ അവിടെ ബ്ലാക്ക് ക്ലോത്ത് തലയിലിട്ടിട്ട് ഷൂട്ട് ചെയ്യും. അതിനുള്ള ഡേറ്റ് ഫിക്സ് ചെയ്തു. തലേ ദിവസം പാസ്റ്റർ പോയി കണ്ടിട്ട് ചോദിച്ചു, മിസ്റ്റർ ചെൻ, നിനക്ക് എന്തെങ്കിലും പറയുവാനുണ്ടോ? നിനക്കെന്ത് പ്രത്യാശയുണ്ട്? ഒരു വൃക്ഷമായാൽ പ്രത്യാശയുണ്ട്, മനുഷ്യന് പ്രത്യാശയില്ല. പക്ഷെ ആ കള്ളനായ ലോകത്ത് അനേകരെ വെരി 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 ഇമ്പോർട്ടൻറ്റ് പേഴ്സൺസിനെ, TV ടെലിവിഷൻ സ്റ്റാറിനെ പോലും കൊന്നവന് യേശുവിന്റെ അടുക്കൽ വരുമോ എന്നൊരു ചോദ്യം നിങ്ങൾ ചോദിക്കും. But my God can wash your sins. Even though you are a wretched sin, even though your sins are like a crimson red, he can make it as a white as snow. അവൻ പറഞ്ഞു, സാറേ, എനിക്കൊരു കാര്യമുണ്ട്. എൻ്റെ ഭാര്യയെ, എനിക്ക് 2 പെൺകുഞ്ഞുങ്ങളുമുണ്ട്. സാറിന്റെ സഭയിൽ വരാൻ അനുവദിക്കണം. ദൈവം പ്രവർത്തിക്കും എവിടെ പോകണമെന്നുള്ളത്. പരിശുദ്ധാത്മാവ് പ്രേരിപ്പിച്ചു അവരെ ദൈവത്തിന്റെ സന്നിധിയിൽ ആ സഭയിൽ പോകാൻ അനുവദിക്കണം. രണ്ടാമത് ചോദിച്ചു, നിനക്ക് വേറെ ആഗ്രഹം എന്തുവാ? രണ്ടാമത്തെ ആഗ്രഹം പറഞ്ഞു, എൻ്റെ ശരീരത്തിലെ എല്ലാ ഓർഗൻസും എനിക്ക് ഡൊണേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അവനെ വെടിവെച്ചതിന് ശേഷം ആംബു ബാഗില്
ഹൃദയവും ലിവറും കിഡ്നിയും എല്ലാം ഡൊണേറ്റ് ചെയ്യുവാനായിട്ട് കൊണ്ടുവന്നതാ. അതാ സെക്യൂരിറ്റിയോടുകൂടി എൻ്റെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നത്. പക്ഷെ അവൻ്റെ കോർണിയായും അനേക ദുഷ്ടത കണ്ട അവൻ്റെ കോർണിയ എടുത്തു വെക്കാൻ ആരും തയ്യാറായില്ല. പക്ഷെ മനുഷ്യൻ ഒരു കാര്യം മനസ്സിലാക്കണം. നിന്റെ ലിവറായാലും നിന്റെ കിഡ്നി ആയാലും നിന്റെ കോർണിയ ആയാലും നിന്റെ പാപത്തെ കഴുകി ശുദ്ധീകരിച്ചാൽ നിന്റെ അവയവത്തെ പോലും ശുദ്ധീകരിക്കുന്ന ദൈവം, ഒരിക്കൽ എൻ്റെ ദൈവം ശുദ്ധീകരിച്ചാൽ ആ കോർണിയ ഈസ് ക്ലെൻസ്ഡ്. അതിനകത്ത് പാപമില്ല. ആ കോർണിയ പോലും ശുദ്ധീകരിച്ച ദൈവം തരുന്നത്. മൂന്നാമതായി ഈ മനുഷ്യൻ പറഞ്ഞു, സാറേ, എനിക്ക് പ്രത്യാശയുണ്ട്. മനുഷ്യന്റെയും ഗവൺമെന്റിന്റെ നിയമപ്രകാരം ഞാൻ ഇന്ന് മരിക്കുന്നുവെങ്കിലും എന്റെ ജീവൻ വെടിയുമ്പോൾ ആയിരക്കണക്കിന് ദൂതന്മാർ എന്നെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുവാൻ വരും. ദാറ്റ് ഈസ് ദ ഹോപ്പ് ഫോർ എ തീഫ്. എങ്കിൽ ദൈവമക്കളെ, അനേകരെ തീപ്പൊയിൽ നിന്ന് വലിച്ചു കയറ്റുവാൻ ദൈവം നിങ്ങളെ സഹായിക്കട്ടെ. എൻ്റെ സമയം കഴിഞ്ഞിരിക്കുക. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. So let us start proclaiming the gospel, sharing door by door, house by house. പരിശുദ്ധാത്മാവിന്റെ ശക്തിയാൽ നമ്മളെ സഹായിക്കട്ടെ. ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മുടെ കണ്ണുകളെ അടച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. വാഴ്ത്തപ്പെട്ട ദൈവമേ, ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. കർത്താവെ, വീണ്ടും ഒരിക്കൽ കൂടി നിന്റെ വചനം ഞങ്ങളെ കേൾപ്പിച്ചതിനാൽ നന്ദിയോടെ സ്തോത്രം. ഞങ്ങൾ ഏതെല്ലാം ജോലിയിലാണെങ്കിലും through our profession we want to glorify our God. We want to share the gospel. We want to share the love of Jesus Christ. യേശു ക്രിസ്തുവാണെന്നുള്ള സുവിശേഷം അറിയിക്കുവാൻ തക്കവണ്ണം ഞങ്ങൾക്ക് ബലം തരണമേ കർത്താവെ. ഞങ്ങൾ അങ്ങയോടെ പ്രാർത്ഥിക്കുന്നു, യാചിക്കുന്നു. കൊയ്ത്ത് വളരെ ഉണ്ട് കർത്താവെ, വേലക്കാരോ ചുരുക്കമെന്ന് നീ എഴുതിയിരിക്കുന്നു. അതുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവെ, നീ വേലക്കാരെ അയക്കണമേ കർത്താവെ. അങ്ങയുടെ ശോഭയേറിയ പൊന്മുഖം കാണുവാൻ ഭൂമിയുടെ 4 ദിക്കിൽ നിന്നും മേഘങ്ങളിലേക്ക് കൈകൾ ഉയർത്തി മേഘങ്ങളിലേക്ക് എടുക്കപ്പെടുന്ന ഒരു നാളെടുത്തിരിക്കുന്നതിനാല് അനേകരെ ചിലരെ കൂടി തീപ്പയിൽ നിന്ന് വലിച്ചു കയറ്റുവാൻ കർത്താവെ നീ ഞങ്ങളെ സഹായിക്കണമേ. ഈ മിനിസ്ട്രിയുടെ മുന്നിൽ പ്രവർത്തിക്കുന്ന, ജീസസ് മിനിസ്ട്രിയിൽ പ്രവർത്തിക്കുന്ന എല്ലാ ദൈവമക്കളെയും കർത്താവെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, അവരെ അനുഗ്രഹിച്ചാട്ട്, അവരെ ബലപ്പെടുത്തിക്കാട്ട് കർത്താവെ. യേശു ക്രിസ്തു മൂലം കൃപയോടെ കേൾക്കണമേ. ആമേൻ.